ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വിശേഷമാണ് കാണിക്കുന്നത്. വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ, രാത്രിക്കുള്ള പരിപാടിയാണ്. ഇന്ന് ഏട്ടൻ്റെയും ചേച്ചീൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയൊക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ കടയടക്കിയ സമയം കേട്ടോ അത്രയും ആയിട്ടില്ല, എന്നാലും ഒരു 1.5 മണിക്കൂർ നേരത്തെ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും വൈകുന്നേരം പണി കഴിഞ്ഞാൽ ഏട്ടൻ അങ്ങോട്ട് വരും കേട്ടോ കടയ്ക്ക്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകലാണ്. ഇപ്പോൾ കണ്ണന് സ്കൂളില്ലാത്തതുകൊണ്ട് ഉണ്ടാവട്ടുണ്ട്. അപ്പോൾ എപ്പോഴും തുണയ്ക്ക് അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോഴേ നമ്മളൊരു സബ്സ്ക്രൈബർ ഷീബ ചേച്ചി വഴിക്കടവുള്ളതാണ്. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കടയിൽ വരലുണ്ട്. അപ്പോൾ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കമ്മല്. പൊങ്കാലയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരും, ഓരോ സാധനങ്ങളുമായിട്ട് വരലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ആ വെള്ള മതിൽ കണ്ടില്ല ഗേറ്റിൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. നമ്മൾ ആദ്യത്തെ പായസക്കച്ചവടം മേശയൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ഇരുന്നിരുന്നത്. വെയിലാണെങ്കിൽ വെയിലും മഴയാണെങ്കിൽ മഴയും കൊണ്ടിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മളവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 മാസം നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് കടയിൽ സെറ്റപ്പൊക്കെ ആയത്. അതുകൊണ്ട് ഇപ്പോൾ കടയൊക്കെ അടച്ച് പോരട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അവിടെ നിന്ന് ഇതുവരെ ആയല്ലോ എന്നുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മളെക്കാൾ സന്തോഷം മറ്റുള്ളവരത് കാണുമ്പോഴാണ് കേട്ടോ. ആദ്യം വന്ന് സമയത്ത് കണ്ടതും ഇപ്പം കാണുന്നതുമായിട്ടുള്ള ആ ഒരു മാറ്റം കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചിട്ടാണ് പോവലുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇവിടെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ, നമ്മളെ നന്ദു അനുമോളും കൂടി. അപ്പോൾ നമ്മളെ വീട്ടിലെ ഈ ഉമ്മറത്തുള്ള ബോഗൻവില്ല കുറച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ശരിക്കും അവിടെ ഒരു മുഖം കെട്ട് പോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെട്ടി കൊടുത്ത് ഇപ്പോൾ 1-2 തൈയായിട്ടാണ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഏതായാലും വേഗം അകത്തേക്ക് കയറി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ബാക്കി അമ്മ കഴുകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും മേൽക്കഴുകലൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും ഇപ്പോൾ രാത്രിക്കത്തെ കാര്യം നടക്കുള്ളൂ കേട്ടോ. പകൽ കുറച്ച് റിസ്ക്കാണ് എങ്ങോട്ട് പോകണമെങ്കിലും വരണമെങ്കിലും ഒക്കെ. അത്ര ഒഴിച്ചു കൂടാൻ പറ്റാത്തടത്തേക്ക് മാത്രം നമ്മളൊന്ന് എത്തിപ്പെടും. ഇനിയിപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ലെങ്കിലും എത്തും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അപ്പോൾ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാവും. അപ്പം അനുമോൾ ഇതാ സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ ഈ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആനിവേഴ്സറിക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഏട്ടനും ചേച്ചിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ. അപ്പം നമ്മൾ പോണ വഴിക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. കൂറ്റമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിക്കൊരു ചുരിദാറും ഏട്ടനൊരു ഷർട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഏട്ടനും നന്ദുവും കൂടിയാണ് പോണത്. അനുമോളും കണ്ണനും വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഷോപ്പിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് പോരാൻ പറ്റിയിട്ടോ. ഏട്ടൻ പോയാണ്ട് ഏട്ടന് ഷർട്ടും സെലക്ട് ചെയ്തു. ഞാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ചുരിദാറും എടുത്തു വെച്ചിട്ടോ. 2-3 കൂട്ടം ചുരിദാർ എടുത്തു വെച്ചു. അപ്പോൾ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങി അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചപ്പോൾ സച്ചിമോൻ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതാ പോണ വഴിക്ക് പമ്പിലൊന്ന് നിർത്തി വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ചിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ എന്താ പറയുക, എണ്ണ അടിച്ച് തരുന്ന ആൾക്ക് ഞാനാ പൈസ കൊടുക്കുക പറഞ്ഞിട്ട് നന്ദുവാണ് കേട്ടോ പൈസയൊക്കെ കൊടുത്തത്. അങ്ങനെ ഏതായാലും എണ്ണ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങളൊരു സർപ്രൈസായിട്ട് വീട്ടിലേക്ക് ചെല്ലണം എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. ചേച്ചീൻ്റെയൊക്കെ വീട്ടിലേക്ക് ചെല്ലണം എന്നാണ് വിചാരിച്ചത്. അത് സച്ചുവിനോട് മാത്രം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ സർപ്രൈസൊക്കെ പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഓനോട് മാത്രമല്ലേ പറഞ്ഞത്. അപ്പോൾ ഓരാണെങ്കിൽ കടയിൽ നിന്ന് വന്ന ശേഷം ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ഓലെപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, ചിലപ്പോൾ വീട്ടിൽ നിന്നൊന്ന് കേക്ക് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അങ്ങനെ ഇപ്രാവശ്യം ഒരു പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ പിന്നെ ഓന് പറയല്ലാതെ നിവർത്തിയില്ലല്ലോ ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ നേട്ടം പറഞ്ഞു കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓരവിടെ ഇല്ലെങ്കിലോ ഓരോട് പറയണ്ടേ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. എന്തായാലും പിന്നെ സച്ചുവിനോട് ഞാൻ പറയാൻ പറഞ്ഞു, എന്നാലല്ലേ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു പറഞ്ഞു ഇവിടെ വെളിയന്തോട് എന്ന് പറഞ്ഞിട്ട് ചന്തക്കുന്ന് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കേക്ക് മുറിച്ചാലോ എന്നുള്ളത് സച്ചിമോൻ പറഞ്ഞു കേട്ടോ. നമുക്ക് അവിടേക്ക് ആക്കാന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന വീട്ടിലേക്ക് കുറച്ചുകൂടി ദൂരം പോകണമല്ലോ, ഒന്ന് അത് വേണ്ടല്ലോ, ഇവിടെ വെച്ച് തന്നെ മതി വിചാരിച്ചിട്ട് ഏതായാലും ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. വന്ന് കുറച്ച് സമയം അവിടെ നിന്നപ്പോഴാണ് അവിടെ മോമോസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടത് കേട്ടോ.
ഒരു പെണ്ണും അതിൻ്റെ കുട്ടികളൊക്കെ കൂടിയിട്ട് അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഹിന്ദിക്കാരിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അതൊരു പ്ലേറ്റ് വാങ്ങി കൊണ്ടുവന്നു. പക്ഷെ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അത് ആവിയിൽ വേവിച്ചതായിരുന്നു. അപ്പോൾ സച്ചമ്മ പറയാം ഫ്രൈഡ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുക. നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാനായി. അപ്പോഴേക്കും ഇതാ ചേച്ചി ഏട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ. സച്ചമ്മോൻ്റെ ഫ്രണ്ട്സ് കേക്കും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങിയ കാര്യമൊന്നും ഏട്ടനും ചേച്ചിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ കേക്ക് വാങ്ങണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട മയ്യെ ഞാൻ വാങ്ങിക്കൊണ്ട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങാതെ വന്നത്. അപ്പോൾ ഒരു ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അനുമോളെ ഉടുപ്പിനെ പറ്റി ഇങ്ങനെ പറയുന്നു കേട്ടോ. ഇത് നമ്മൾ തുണിയെടുത്ത് തയ്പ്പിച്ചതാണ്. ഒരു സ്കൂളിൽ ലാസ്റ്റ് ഡേ സെൻഡ് ഓഫിൻ്റെ അന്ന് ഒരു ഡ്രസ് കോഡായിരുന്നു, അതിന് വേണ്ടിയിട്ട് തയ്പ്പിച്ചതായിരുന്നു കേട്ടോ. അടുത്തുള്ളൊരു കുട്ടി തയ്ച്ചതാണ്. അപ്പോൾ ബാക്ക് കാണണമെങ്കിൽ അത് മുന്നിൽ ഇടണമല്ലോ എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇതാക്കണേ സച്ചമോൻ്റെ കൂട്ടുകാർ കേക്കും കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതൊരുക്ക് കൊടുത്തപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടോ. മക്കളെ ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതെന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. ഇരട്ടി മധുരമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ അടിപൊളി ഒരു കേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടിമേൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. പുഴയിൽ വെച്ചോ അല്ലെങ്കിൽ റോട്ടിൽ വെച്ചോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു വൈബുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുള്ളത്. അപ്പോൾ വീട്ടിൽ മാത്രമായിട്ടല്ലല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങളിവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുള്ളത്. 21ാമത്തെ ആനിവേഴ്സറി ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ കഴിക്കുകയാണ്. പിന്നെ ആ ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലോ, അത് കുഞ്ഞാറ്റാന്നാണ് ഓളെ വിളിക്കലുള്ളത്. അത് ഏട്ടൻ്റെ കുട്ടിച്ചേൻ്റെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓരോ തൊട്ടടുത്ത് തന്നെയാണ് വീടുള്ളത്. അപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഓരപ്പം ഓടി കൂടും കേട്ടോ. അങ്ങനെ ആൾ വന്നതാണ്. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞങ്ങളെയൊക്കെ കണ്ടത്. അപ്പോൾ ആൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായി. ഓക്കെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കായിരുന്നു. ഒരു മാത്രമാണെന്ന് കുട്ടി ശരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങളെ കണ്ടത്. അങ്ങനെ ഒരു മടിച്ചാ നിന്നിരുന്നത്. പിന്നെ അതാ ഈ നിൽക്കുന്നത് ശ്രീകുട്ടൻ. സച്ചമോനും ഓനും ഒപ്പാണ് കേട്ടോ പഠിക്കുന്നത്. സച്ചമോൻ്റെ കുട്ടിച്ചേൻ്റെ കുട്ടിയാണ്, അതായത് ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അത്. പിന്നെ സച്ചമോൻ്റെ വേറെയും കൂട്ടുകാർ അവിടെയൊക്കെ നിൽക്കണുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയപ്പോഴും ഒരു വലിയൊരു സന്തോഷമായി എന്ന് പറഞ്ഞില്ലേ. ഏട്ടൻ വാങ്ങി കൊടുത്തിട്ടുള്ള ചുരിദാറാണ് കേട്ടോ ചേച്ചി ഇട്ടിട്ടുള്ളത്. ചേച്ചി അങ്ങോട്ടും ഷർട്ടാണ് വാങ്ങി കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കേക്ക് ഒരിക്കലൂടെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നിന്നത്. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കലും കഴിക്കലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഓരോ സ്ഥലത്തും ഒന്നാമതാണ് ഈ റോഡിൻ്റെ സൈഡ് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമുക്കിരിക്കാൻ. ഇത് സച്ചമോൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഒക്കെ മുഖം പൊത്തുകയാണ്, ഓരോ വീഡിയോ എടുക്കണേന് മുഖം പൊത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ വീഡിയോയിൽ ഇടരുതട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇവിടേക്ക് ചായ കുടിക്കാൻ വന്നിരുന്നത്, ബ്രോസ്റ്റൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അത് ഇവിടെ അടുത്തുള്ളൊരു കടയിലാണ് കേട്ടോ. അപ്പം ഇനി എന്താണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് ഇവിടെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഷവായ, മന്തി, ബിരിയാണി അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടില്ല. അത് കഴിഞ്ഞതാ ഒരു തീരുമാനത്തിലെത്തിയിട്ടോ. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളതായി. അപ്പോൾ അനുമോള് സച്ചേട്ടൻ്റെ ഒപ്പം ബൈക്കിനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ പിന്നാലെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല. ഒരു വരാതിരുന്നത് വേറൊന്നുമില്ല. അച്ഛയ്ക്ക് ഇന്നൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അമ്മയും അച്ഛമ്മയും കൂടിയല്ലേ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോരലുണ്ടായത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വഴിക്കൊന്ന് വരണം എന്നുള്ളത് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. എന്താണ് നടക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരാൾക്ക് കൂടുമ്പോൾ ഒരാൾക്ക് കൂടൂല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാവും. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇവിടെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വന്നിട്ടില്ല അതുവരെ. കണ്ണം കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു.
അങ്ങനെ ഇവിടെയും തന്നെ കുറച്ച് സമയം നമ്മളിരുന്നപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെയല്ലേ ഇപ്പോൾ പരിപാടി. സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേ വേറെ ഒന്നും നമുക്കൊരു ചിന്തയില്ല കേട്ടോ. എന്ത് കണ്ടാലും വീഡിയോ എടുക്കണം ആ ഒരു ചിന്താഗതി മാത്രമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ആസ്വദിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് തോന്നുക. വീഡിയോ പിന്നീട് എടുത്ത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നുള്ളതൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ പിടിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാവും. അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ കണ്ടിട്ട് ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മന്തി റൈസും ഷവായയും കൂടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ കൂടുതൽ ഇഷ്ടം. ബിരിയാണി വരെ ഇപ്പോൾ ഒരുക്ക് വെറുത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പക്ഷേ ഇതൊന്നും എപ്പോഴും കഴിക്കാൻ പറ്റുന്നതല്ല, എപ്പോഴും കഴിക്കലുമില്ല. ഇനിയിപ്പം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മന്തീൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ സച്ചുമോൻ എപ്പോഴും പറയുന്നതാണ്. അങ്ങനെ ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടുന്ന് മന്തിയും കഴിച്ചു എന്നറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത ആ ഒരു സമയത്താണ് എനിക്കൊരു കോള് വന്നത്, ഒരു സദ്യക്ക് കേട്ടോ. സദ്യയും അതേപോലെ തന്നെ പായസത്തിൻ്റെ ഓർഡറുകൾ 2 വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കലും ഒരു ലിസ്റ്റ് ഇട്ട് കൊടുക്കലും അങ്ങനത്തെ ഓരോ പരിപാടിയിലായിരുന്നു. ശരിക്കും ഫുഡ് മുന്നിൽ എത്തിയത് ചേച്ചി പ്ലേറ്റിക്ക് പീസും ഇങ്ങോട്ട് വെച്ച് തരുമ്പോഴാണ് ഫുഡ് ഇവിടെ എത്തിയത് അറിയണം കേട്ടോ. അത്രയും ആ ഒരു കോളിൽ മുഴുകിയിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കുറേ വേണ്ട ഫുഡ് വേണ്ട, എനിക്കൊന്നും വേണ്ട, വിശക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ആൾ പിന്നെ അങ്ങോട്ട് നൈസായിട്ട് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി മന്തി റൈസ് തന്നെയായിരുന്നു. മന്തി റൈസും ഷവായയും തന്നെയായിരുന്നു, മസാല ഷവായാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു മന്തിക്ക് ഒരു മന്തി ചട്നി ഉണ്ടല്ലോ, അതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. മറ്റേ സോസുകളെക്കാളും കൂടുതൽ ഇഷ്ടം അതാണ്. അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മളെ നന്ദൂനൊക്കെ ശരിക്കും ഇതങ്ങോട്ട് ആയാൽ മതി കേട്ടോ. നമ്മളെ സാധാ അരി വെച്ചിട്ടും മന്തി മസാലയൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്താലും ഓനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോണ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വെറൈറ്റികളാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അതിക്ക് പിന്നെ ചിക്കൻ വേണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു മന്തി മസാലയൊക്കെ ഇട്ടിട്ട് മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കും. അതിലേക്ക് സലാഡോ പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പുറത്ത് ചാടി. അപ്പോൾ മക്കൾക്ക് ഐസൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും അവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഏതായാലും അതൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചോക്കോബാറും ഓൽക്ക് ഐസ്ക്രീമൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അനുട്ടിക്കാണെങ്കിൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. ഓൾ അങ്ങനത്തെ ഒരു ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്കാണെങ്കിൽ അത് അത്ര താല്പര്യമല്ല, പക്ഷേ ഈ ഒരു ചോക്കോബാർ എൻ്റെ ജീവനാണ് കേട്ടോ. ഇത് ശരിക്കും ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് ടൂറ് പോയപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് ടൂർ പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു ചോക്കോബാർ കഴിച്ചത്. അന്ന് ഇതും വരുന്നില്ല കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ചെയ്യുന്ന അടിപൊളിയായിരുന്നു. അത് ശരിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് കഴിച്ചപ്പോഴേ ഇവിടെ നിന്ന് അന്ന് ഉണ്ടായിരുന്നില്ല ആ ഒരു സംഭവം. അന്ന് അവിടെ പോയപ്പോഴാണ് അത് കാണുന്നത് തന്നെ. പിന്നീടാണ് ഇവിടെയൊക്കെ എല്ലായിടത്തും ഇത് കാണാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു കടേൻ്റെ മുന്നിൽ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവുകൊണ്ട് നല്ല കാര്യമായിട്ടോ. കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ട്. ഐസൊക്കെ തന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറേ സമയം വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ ഇതാക്കണം എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ഓരോരുത്തർ അവനവൻ്റെ വഴിക്ക് അങ്ങനെ തിരികെയാണ്. അപ്പോൾ സച്ചുമോൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നിരുന്നു. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടോ. കുറേ വിളിച്ച് ഞങ്ങൾ വന്നില്ല. അപ്പോൾ എന്തായാലും അമ്മയ്ക്കും അച്ഛയ്ക്കും ഉള്ളത് ഒരു വാങ്ങി തന്നിട്ടുണ്ട്. ഇന്നോരോ ചിലവ് വരുന്നല്ലോ, അപ്പോൾ ഒരു വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ തന്നെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചേച്ചിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുണ്ട് ശരിക്കും വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.